നടത്തിയത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്ത് 72 ക്യാമ്പുകളിലായിട്ട് ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെയുള്ള 14 പ്രവൃത്തി ദിനങ്ങളിലാണ് നടത്തിയത്. ആകെ 9,968 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തത്. തുടർന്ന് നടപടികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായിട്ടാണ് പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കുന്നത്. SSLC പരീക്ഷ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ പരീക്ഷാ കമ്മീഷണർ ഡയറക്ടർ ജനറൽ എഡ്യൂക്കേഷനോടൊപ്പം പ്രവർത്തിച്ച എല്ലാ പരീക്ഷാ ഭവൻ ജീവനക്കാർക്കും പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും പ്രഥമ അധ്യാപകർ, അധ്യാപകമാർ, മൂല്യനിർണ്ണയ ക്യാമ്പിന് നേതൃത്വം നൽകിയ അധ്യാപകമാർ എല്ലാവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥിനികൾക്കും കൂടി അനുമോദനങ്ങൾ അറിയിക്കുന്നു. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തെ തുടർന്ന് 3:30 മുതൽ പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥിനികൾക്ക് ലഭ്യമാകുന്നതാണ്. ഈ വർഷം മുതൽ പരീക്ഷാഫലം ഡിജി ലോക്കറിലും സ്റ്റേറ്റ് IT മിഷനുമായിട്ട് സഹകരിച്ച് വാട്സാപ്പ് സന്ദേശവുമായിട്ട് ലഭ്യമാക്കുവാനുമുള്ള ക്രമീകരണങ്ങളും DGE ഏർപ്പാടാക്കിയിട്ടുണ്ട്. 9188619958 9188619958 എന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് നൽകിയാൽ പരീക്ഷാഫലം ലഭ്യമാകുന്നതിനുള്ള ഏർപ്പാട് IT മിഷനുമായിട്ട് ചേർന്ന് ചെയ്തിട്ടുണ്ട്. ഇനി റിസൾട്ട് അവലോകനം ചെയ്യുമ്പോൾ ഈ വർഷം SSLC റെഗുലർ പരീക്ഷയ്ക്ക് 4,14,290 വിദ്യാർത്ഥിനികളാണ് പരീക്ഷ എഴുതിയത്. 4,14,290. പരീക്ഷ എഴുതിയവരിൽ 4,10,456 വിദ്യാർത്ഥിനികൾ. 4,10,456 സ്റ്റുഡൻസ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. വിജയ ശതമാനം 99.07%, 99.07%. കഴിഞ്ഞ വർഷം ഇത് 99.5% 99.5% ആയിരുന്നു. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥിനികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 30,514 വിദ്യാർത്ഥിനികൾ, 30,514 സ്റ്റുഡൻസ് എല്ലാ വിഷയങ്ങൾക്കും A+ അർഹരായി. കഴിഞ്ഞ വർഷം ഇത് 61,449 ആയിരുന്നു. സെക്സ് ഡിസാഗ്രിഗേറ്റഡ് ഡേറ്റ നോക്കുമ്പോൾ പരീക്ഷ എഴുതിയ ആൺകുട്ടികളുടെ എണ്ണം 2,10,727. അവരിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത് 2,08,474, 2,08,474. 98.93% ആൺകുട്ടികൾ SSLC പരീക്ഷ എഴുതിയ 98.93% ആൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. പെൺകുട്ടികളുടെ കണക്ക് നോക്കുമ്പോൾ പരീക്ഷ എഴുതിയത് 2,03,563 പെൺകുട്ടികളാണ്. അവരിൽ 2,01,982, 2,20,19. ഫോൺ ഓഫാണ്. ഫോൺ ആയിരിക്കും. ഓക്കെ. ഇപ്പൊ പെൺകുട്ടികളുടെ കണക്കായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പരീക്ഷ എഴുതിയ പെൺകുട്ടികളുടെ എണ്ണം 2,03,563. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ പെൺകുട്ടികളുടെ എണ്ണം 2,01,982. അതായത് 99.22%, 99.22% പെൺകുട്ടികൾ, പരീക്ഷ എഴുതിയ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ കണക്ക് നോക്കുമ്പോൾ 20,771 പെൺകുട്ടികൾ ഫുൾ A+ നേടി, 20,771. എന്നാൽ ഫുൾ A+ നേടിയ ആൺകുട്ടികളുടെ എണ്ണം 9,743. ഫുൾ A+ നേടിയ പെൺകുട്ടികൾ ഗേൾസ് 20,771, 20,771. ഫുൾ A+ നേടിയ ആൺകുട്ടികൾ 9,743, 9,743. അത് സ്ലൈഡ് കാണിച്ചിട്ടില്ല. ഓക്കെ, ബുക്ക്ലെറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ.
പെൺകുട്ടികൾ ഓക്കെ, ആൺകുട്ടികൾ ഫുൾ എ പ്ലസ് നേടിയത് 9743. 9743. പെൺകുട്ടികൾ 20,771. 20771. ഓക്കെ. പ്രൈവറ്റ് ആയിട്ട് SSLC പരീക്ഷ എഴുതിയതിൽ പഴയ സ്കീം പ്രകാരമാണ് പ്രൈവറ്റ് പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥിനികൾ ഉണ്ടായിരുന്നത്. 251 പേര് പ്രൈവറ്റ് ആയിട്ട് എഴുതിയതിൽ 189 പേർ വിജയിച്ചു. 75.3% അവരുടെ വിജയ ശതമാനം. 189 75.3% ആണ് ഇതിന്റെ പാസ് പെർസെന്റേജ്. മൊത്തം വിജയം പരിശോധിക്കുമ്പോൾ വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട റവന്യൂ ജില്ല 99.72%. വിജയ ശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല കുട്ടനാടാണ് 100%. ഫുൾ എ പ്ലസ് ശതമാനക്കണക്കിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എ പ്ലസ് ഔട്ട് ഓഫ് ദി നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു റോട്ട് ദി എക്സാം അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കൊല്ലം ജില്ലയാണ്. പിന്നെ ഫുൾ എ പ്ലസ് ശതമാനക്കണക്കിൽ പരിശോധിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് കൊല്ലം ജില്ലയാണ്. 11.6% of children who wrote the exam from Kollam got full A+. 11.6%. 11.6% of all the children who wrote the exam from Kollam got full A+. ഗൾഫ് സെന്ററുകളിലെ പരീക്ഷാഫലം പരിശോധിക്കുമ്പോൾ ഗൾഫിൽ 7 പരീക്ഷാ കേന്ദ്രങ്ങളായിരുന്നു നമ്മൾ തയ്യാറാക്കിയിരുന്നത്. അവിടെ പരീക്ഷയ്ക്ക് അസസ് ചെയ്യപ്പെട്ടത് 631 കുട്ടികളാണ്. എല്ലാവരും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. ലക്ഷദ്വീപിലെ സെന്ററുകളുടെ ഫലം പരിശോധിക്കുമ്പോൾ 9 പരീക്ഷാ കേന്ദ്രങ്ങളിലായിട്ട് 386 വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതി. 377 പേർ വിജയിച്ചു. 97.67% ലക്ഷദ്വീപിന്റെ വിജയ ശതമാനം. അവിടെ 6 സെന്ററുകൾ 100% വിജയം കൈവരിച്ചിട്ടുണ്ട്. പിന്നെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെന്റർ മലപ്പുറം എടരിക്കോടില് PKMMHSS 2030 കുട്ടികൾ 2030 വിദ്യാർത്ഥിനികളാണ് ആ സ്കൂളിൽ നിന്നും SSLC പരീക്ഷ എഴുതിയത്. അവരിൽ 2026 കുട്ടികൾ വിജയിച്ചു. 99.08% ആണ് വിജയ ശതമാനം. ആ സ്കൂളിൽ നിന്നും 152 കുട്ടികൾക്ക് ഫുൾ A+ ലഭിച്ചു. THSLC ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് പരീക്ഷ ഈ വർഷം 47 പരീക്ഷാ കേന്ദ്രങ്ങളിലായിട്ടാണ് നടത്തിയത്. 2683 വിദ്യാർത്ഥിനികളാണ് THSLC പരീക്ഷ എഴുതിയത്. അവരിൽ 2649 പേര് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 98.73% വിജയ ശതമാനം. അവരിൽ 130 കുട്ടികൾക്ക് ഫുൾ A+ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിക്കുകയുണ്ടായി. ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള SSLC പരീക്ഷയിൽ ഈ വർഷം 29 കേന്ദ്രങ്ങളിലായിട്ട് 233 വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതി. അതിൽ 232 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. അവരിൽ 14 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയിട്ടുണ്ട്. പിന്നീട് THSLC വിഭാഗത്തിൽ ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള പ്രത്യേക പരീക്ഷയിലും 2 പരീക്ഷാ കേന്ദ്രങ്ങളിലായിട്ട് 7 വിദ്യാർത്ഥിനികൾ പരീക്ഷയ്ക്കിരുന്നു. അവരിൽ എല്ലാവരും പരീക്ഷ പാസ്സായി വിജയം കൈവരിച്ചിട്ടുണ്ട്. 100% അവരുടെ ഇടയിലുള്ള വിജയ ശതമാനം. പിന്നെ ആർട്ട് ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് AHSLC പരീക്ഷ നമുക്കൊരു സെന്ററാണ് കേരള കലാമണ്ഡലം ആർട്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വള്ളത്തോൾ നഗർ ചെറുതുരുത്തിയില്. അവിടെ 74 കുട്ടികളാണ് പരീക്ഷയ്ക്കിരുന്നത്. 73 പേർ
ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 98.64 അവിടെ വിജയശതമാനം. പരീക്ഷയ്ക്കിരുന്ന എല്ലാ വിദ്യാർത്ഥിനികളും പരീക്ഷ പാസ്സായി 100%, 100 വിജയം കിട്ടിയിട്ടുള്ള സ്കൂളുകളുടെ കണക്ക് നോക്കുമ്പോൾ സർക്കാർ സ്കൂളുകൾ 767 സർക്കാർ സ്കൂളുകൾക്ക് 100% വിജയം ലഭിച്ചു. എയ്ഡഡ് സ്കൂൾ മേഖലയിൽ 930 എയ്ഡഡ് സ്കൂൾസിന് 100% വിജയം ലഭിച്ചു. അൺഎയ്ഡഡ് സ്കൂളുകൾ 408 അൺഎയ്ഡഡ് സ്കൂൾസിന് 100% വിജയം ലഭിച്ചു. അങ്ങനെ ടോട്ടൽ നോക്കുമ്പം 2105 സ്കൂളുകൾക്കാണ് 100% വിജയം ഈ വർഷം ലഭിച്ചത്. ഏറ്റവും അധികം കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി 100% വിജയം നേടിയ സ്കൂളുകൾ പരിശോധിക്കുമ്പോൾ സർക്കാർ സ്കൂൾ ഗണത്തിൽ നടുവന്നൂർ ഗവൺമെന്റ് HSSല് 600 കുട്ടികൾ 100% നേടി. ഏറ്റവും 600 കുട്ടികളും പരീക്ഷയ്ക്കിരുന്നു, 600 കുട്ടികളും വിജയിച്ചു. ഏറ്റവും അധികം കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി 100% വിജയം നേടിയ സർക്കാർ സ്കൂളിൽ മുന്നിൽ നിൽക്കുന്നത് നടുവന്നൂർ സ്കൂളാണ്. എയ്ഡഡ് സ്കൂൾ മേഖലയിൽ അത് AKN HSS കോട്ടൂർ 1356 കുട്ടികളാണ് അവിടുന്ന് പരീക്ഷ എഴുതിയത്. അൺഎയ്ഡഡ് സ്കൂൾ മേഖലയിൽ BYK റെസിഡൻഷ്യൽ സ്കൂൾ കടുങ്ങത്തുംകുണ്ട് അവിടെ 281 കുട്ടികളാണ് പരീക്ഷയ്ക്ക് ഇരുന്നത്. ഇവിടെ എല്ലാ കുട്ടികളും പരീക്ഷ വിജയിച്ചു. BYK റെസിഡൻഷ്യൽ HS കടുങ്ങത്തുംകുണ്ട് നമ്മൾ സ്ലൈഡിലും കാണിച്ചിരിക്കുന്നത് തെറ്റ് വരാതിരിക്കാനാണ്. ശരി. SC ST കുട്ടികളുടെ പരീക്ഷാ ഫലം പരിശോധിക്കുമ്പോൾ SC മേഖലയിൽ 39,391 വിദ്യാർത്ഥിനികളാണ് പരീക്ഷ എഴുതിയത്. അവരിൽ 38,535 കുട്ടികൾ പരീക്ഷ പാസ്സായി. വിജയശതമാനം 97.82. ഈ SC മേഖലയിൽ 871 കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭ്യമായിട്ടുണ്ട്. ST കുട്ടികളുടെ ഫലം പ്രത്യേകമായിട്ട് നോക്കുമ്പോൾ 7,172 കുട്ടികളാണ് ST കുട്ടികളാണ് SSLC പരീക്ഷ ഈ വർഷം എഴുതിയത്. അവരിൽ 7,022 കുട്ടികൾ വിജയിച്ചു. വിജയശതമാനം 97.91. 56 കുട്ടികൾക്ക് ST കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചിട്ടുണ്ട്. പുനർമൂല്യനിർണയത്തിന് അപേക്ഷ നൽകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷ നൽകേണ്ടവർക്ക് ഈ മാസം 16 മുതൽ മെയ് 16 മുതൽ 21 വരെ അതിനുള്ള അപേക്ഷ ഓൺലൈനായിട്ട് അപേക്ഷിക്കുവാനുള്ള ക്രമീകരണങ്ങൾ പരീക്ഷാ കമ്മീഷണറേറ്റിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പിന്നെ സേവ് ഇയർ പരീക്ഷ, സേവ് പരീക്ഷ ഈ വർഷം ജൂൺ മാസം ആദ്യത്തെ ആഴ്ച ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കുന്നതിനുള്ള ഏർപ്പാടുകളും പരീക്ഷാ കമ്മീഷണറേറ്റിൽ ചെയ്തിട്ടുണ്ട്. ഉപരിപഠനത്തിന് യോഗ്യത ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പരമാവധി 3 വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷ എഴുതുവാനുള്ള ക്രമീകരണങ്ങളാണ് ഉള്ളത്. പരീക്ഷ പാസ്സായ എല്ലാ കുട്ടികളുടെയും സർട്ടിഫിക്കറ്റ്സ് ഡിജി ലോക്കറിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും പരീക്ഷാ കമ്മീഷണറേറ്റും DGEയുടെ ഓഫീസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ SSLC പരീക്ഷ നട്ട്ഷെല്ലിൽ പറയുന്നത്. ഒരു അഡീഷണൽ പോയിന്റും കൂടെ സൂചിപ്പിക്കാനുള്ളത് ഡയറക്ടർ ജനറൽ എഡ്യൂക്കേഷൻ പരീക്ഷാ കമ്മീഷണർ നൽകുന്നതാണ്. ഒരു കാര്യം കൂടി, നമ്മുടെ 10th ക്ലാസ് പരീക്ഷയിൽ തുടർ പഠനത്തിന് അർഹത നേടി പാസ്സായ വിദ്യാർത്ഥികളുടെ മുൻപിൽ നമുക്കറിയാം ഒട്ടേറെ തുടർ പഠന സാധ്യതകളാണ് ഉള്ളത്. 3 സ്ട്രീംസ്, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, 46 കോമ്പിനേഷനുള്ള ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, ഡിപ്ലോമ കോഴ്സസ്, പോളിടെക്നിക്സ്, ഒരുപാട് തുടർ പഠന സാധ്യതകളാണ് കുട്ടികൾ നമ്മൾ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു
സംസ്ഥാനത്തെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും മെയ് 20 വരുന്ന 20 10th ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് രാവിലെ 10:30 മണി മുതൽ 1 മണി വരെ ഒരു ഫോക്കസ് പോയിന്റ് എന്ന പേരിൽ ആഫ്റ്റർ 10th ഫോക്കസ് പോയിന്റ് എന്ന പേരിൽ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മൾ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട്. സോ ആയതിനാൽ 10th ക്ലാസ് പരീക്ഷ പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അവരുടെ നിയറസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 20 രാവിലെ 10:30 മണി മുതൽ 1 മണി വരെ ഈ ആഫ്റ്റർ 10th ഫോക്കസ് പോയിന്റ് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായ സമീപ പ്രദേശത്തെ സ്കൂളുകളിൽ പങ്കെടുക്കാവുന്നതാണ്. താങ്ക് യു. പരിശോധിച്ചപ്പോൾ ഈ വർഷം പുതിയ കരിക്കുലം ഈ വർഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുൻപ് ഫോളോ ചെയ്തിരുന്ന കരിക്കുലത്തിന്റെ ഒരു ചെറിയ മാറ്റം 2025-26 അക്കാഡമിക് ഇയറിൽ പ്രാവർത്തികമാക്കിയിരുന്നു. അപ്പം അതായിരിക്കാം ഒരു കാരണമെന്നാണ് പ്രാഥമികമായിട്ട് വിശകലനം ചെയ്തതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. കേട്ടില്ല ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് വിശദമായിട്ട് വിശകലനം ചെയ്തിട്ട് ഡയറക്ടറേറ്റ് പരീക്ഷാ കമ്മീഷണർ ഓഫീസും ഡയറക്ടർ ജനറലിന്റെ ഓഫീസും വിശദമായിട്ട് പരിശോധിച്ചിട്ട് കുറച്ചും കൂടെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പെഡഗോഗിക്കൽ അപ്രോച്ച് എടുക്കുവാൻ ടീച്ചേഴ്സിനും ഒരു ആഹ്വാനം നൽകുന്നതിനെ പറ്റി ഡയറക്ടർ ജനറൽ ആലോചിക്കുന്നുണ്ട്. അത് ഒരു പോയിന്റ് കൂടി മാം, ഞങ്ങൾ അനലൈസ് ചെയ്തപ്പോ A+ താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ 2015 to 20 എത്ര ഉണ്ടായിരുന്നു അതേ ഫിഗർ ആണ് ഇപ്പോൾ ഉള്ളത്. 21 to 24 നല്ല രീതിയിൽ A+ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കാണുന്ന ഫിഗേഴ്സ് ഫോർ എക്സാമ്പിൾ 2015 A+ എടുത്തത് 15,000, 16 20,000, 20,000, 30,000 അതേ റേഞ്ചിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. മാഡം പറഞ്ഞതുപോലെ ഈ പുതിയ ടെക്സ്റ്റ് ബുക്ക്, പുതിയ കരിക്കുലം, പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ് മെയിൻ റീസൺസ് ആയിട്ട് ഞങ്ങൾ വിലയിരുത്തുന്നത്. വി വിൽ ഡു ആൻ അനാലിസിസ്. താങ്ക് യു. ഇപ്പോൾ ഇതിനെപ്പറ്റി ഒരു വിശദമായിട്ട് സംസാരിക്കാൻ ഞാനത് അത്രയും അനലൈസ് ചെയ്തില്ല. കാരണം ഞാൻ ഹയർ ജനറൽ എഡ്യൂക്കേഷന്റെ ചാർജ് എടുത്തിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, 2-3 ദിവസമേ ആയിട്ടുള്ളൂ. പണ്ട് അതൊരു എക്സ്ട്രീം പ്രഷർ കുട്ടികൾക്ക് ഉണ്ടാകുമായിരുന്നു. ഒരു എന്താണ് കോമ്പറ്റീഷൻ, ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായി, കുട്ടികൾക്കിടയിൽ ഒത്തിരി മാനസിക സംഘർഷം ഉണ്ടാകും എന്ന് വിശദമായിട്ട് പല സ്റ്റഡി റിപ്പോർട്ട്സും ഒക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്കിങ് സിസ്റ്റം മാറ്റി ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് 20 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഒരു എക്സ്ട്രീം കോമ്പറ്റീഷൻ, ഇന്നത്തെ കുട്ടികൾക്ക് ഒരു എക്സ്ട്രീം കോമ്പറ്റീഷൻ ബെയർ ചെയ്യുമ്പോൾ എക്സ്ട്രീം സ്ട്രെസ് ഒക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ഗ്രേഡിംഗ് ആണെങ്കിൽ അങ്ങനെ ഒരു 0.5% മാർക്ക് കുറഞ്ഞുകൊണ്ട് ഒരാളുടെ പൊസിഷൻ മോശമാകുന്നില്ല. അങ്ങനെ ഒരു കമ്പാരറ്റീവ് അനാലിസിസ് നടത്തി കുട്ടികളെ വിശകലനം ചെയ്ത് അവരെ തരംതിരിക്കുന്ന ഒരു ഇഷ്യൂ വരില്ല എന്നുള്ള ഒരു സങ്കല്പ എന്നൊരു പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്കിങ് മാറ്റി ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് മാറ്റിയത്. ഇനി അത് ഡയറക്ടറിന്റെ ഒപ്പീനിയൻ എന്താണെന്നും കൂടെ നമുക്ക് അന്വേഷിക്കാം വിശദമായിട്ട്. ഇല്ല, നമ്മളിത് ചർച്ച ചെയ്യേണ്ടതല്ലേ. സന്തോഷമുണ്ട്, അങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. മാഡം 86-ലാണ് റാങ്ക് ഹോൾഡർ ആയത്. അപ്പൊ എങ്ങനെ പഠിച്ചോ അതേപോലെയാണ് ഇപ്പോഴും പ്രിപ്പയർഡ് ആയിട്ട് ഈ പ്രസ് കോൺഫറൻസിൽ വന്നത്. എനിക്ക് മനസ്സിലായി എങ്ങനെയാ മാർക്കറ്റ് ചെയ്ത്. +1 അഡ്മിഷൻ നടപടിക്രമങ്ങൾ ഉടനെ ആരംഭിക്കും. ഇപ്പോൾ നമുക്ക് 3,60,844 സീറ്റ്സ് ആണ് ഉള്ളത്. അത് കൂടാതെ VHC +1 33,000-ൽ പരം സീറ്റ്സ് ഉണ്ട്. 3,60,844 3,60,844 സീറ്റ്സ്. പിന്നെ VHC സ്ട്രീമിൽ 33,000-ൽ പരം സീറ്റ്സ് ഉണ്ട്. പോളിടെക്നിക്സ് ആൻഡ് ITI മേഖലയിൽ 30,000-ൽ പരം സീറ്റ് ഉണ്ട്. 30,545 ആണ്
നമ്മൾ പോളിടെക്നിക് മേഖലയിലുള്ള സീറ്റുകളുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച ഇൻഫർമേഷൻ. പിന്നെ മുൻ വർഷങ്ങളിലെ പോലെ റിക്വയർമെന്റ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അത് മുൻ വർഷങ്ങളിൽ അറ്റൻഡ് ചെയ്തിരുന്ന ഗൈഡ് ലൈൻസ് പ്രകാരം കുറവ് നികത്തുവാനുള്ള സ്റ്റെപ്സ് ഡിപ്പാർട്ട്മെന്റിന് എടുക്കുവാൻ സാധിക്കും. അതെ, അതാണ് പറഞ്ഞതൊക്കെ. മുൻ വർഷങ്ങളിലെ പോലെ ഒരു ഷോർട്ടേജ് വരികയാണെങ്കിൽ അത് ടൈഡ് ഓവർ ചെയ്യാൻ മുൻ വർഷത്തെ പോലെയുള്ള ഫോർമുല വർക്ക്ഔട്ട് ചെയ്ത് അത് കോമ്പറ്റന്റ് അതോറിറ്റിയുടെ അപ്രൂവൽ വാങ്ങിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള നടപടികൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ആക്ച്വൽ സീറ്റ്സ് ഈ വർഷമുള്ള സാങ്ഷൻഡ് സീറ്റ്സ്. ഇപ്പോൾ 25th നമ്മൾ അഡ്മിഷൻ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് ഓൺലൈനായിട്ട്. +1 അഡ്മിഷൻ ടെന്റേറ്റീവ്ലി 25th ആണ്. ഇപ്പൊ 25th May. സോ അതാണ് ഇല്ല, ഓൺലൈൻ ആപ്ലിക്കേഷൻ കുട്ടികൾ അപ്ലൈ ചെയ്യാം. ഹയർ സെക്കൻഡറിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് നമ്മൾ 25th ആണ് വെച്ചിട്ടുള്ളത്. സോ അത് വരുന്ന അനുസരിച്ച് നമ്മുടെ ഈ മാർജിനൽ ഇൻക്രീസും അഡീഷണൽ ബാച്ചസും എല്ലാം നമ്മൾ 100% അസിസ്റ്റ് ചെയ്ത് ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ തന്നെ നമുക്ക് സീറ്റ്സ് അത് ഇല്ല, വേറെ തടസ്സമൊന്നുമില്ല. റിക്വയർമെന്റ് വർക്ക്ഔട്ട് ചെയ്തിട്ട് അതിനുള്ള നോട്ട് പെട്ടെന്ന് മൂവ് ചെയ്യുന്നതായിരിക്കും. ഡയറക്ടറേറ്റിൽ അതിന്റെ ഗ്രൗണ്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഒരു പ്രശ്നം വരില്ല. നമ്മള് ലാസ്റ്റ് ഇയർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതുപോലെ തന്നെ ഈ വർഷം ചെയ്യും. അതെ, ദാറ്റ് ഈസ് ഓൺ ട്രാക്ക്. പാഠപുസ്തക വിതരണം അടുത്ത ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ എല്ലാ അറേഞ്ച്മെന്റ്സ് ആയിട്ടുണ്ട്. പ്രിന്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ വിതരണവും കംപ്ലീറ്റ് ചെയ്യും. അത് ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയിലാണ് പ്രിന്റിംഗ് ചെയ്യുന്നത്. കുടുംബശ്രീ മുഖേന ആണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷനുള്ള അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് എല്ലായിടത്തും എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളായിട്ടുണ്ട്. പോളിസി ഡിസിഷൻ ആവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് അതേപ്പറ്റി ഇപ്പോൾ കൂടുതലായിട്ട് അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇല്ല, 100%. അതാണ് നമ്മുടെ ഇപ്പൊ ഈ ക്ലസ്റ്റർ ട്രെയിനിങ്ങിലും അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ഒരു അനാലിസിസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഫോർ ഏത് സബ്ജക്ട്സിൽ ആവറേജ് മാർക്സ് കുറഞ്ഞിട്ടുണ്ട് കമ്പയർ ടു ലാസ്റ്റ് 5 years, ആ സബ്ജക്ട് വൈസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് താങ്കൾ പറയുന്ന പോലെ ഓണം പരീക്ഷ, മോഡൽ ഹാഫ് ഇയർലി, ക്രിസ്മസ് പരീക്ഷ, മോഡൽ എക്സാം, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് എവിടെയാണ് ഇന്റർവെൻഷൻ വേണമെന്ന് മനസ്സിലാക്കി SCRT എല്ലാം ചേർന്ന് നമ്മളൊരു പ്രോപ്പർ മോഡൽ ഉണ്ടാക്കി നമ്മുടെ ട്രെയിനിങ്സ് ഈ വർഷം വരുന്ന ക്ലസ്റ്റർ ട്രെയിനിങ്സ് എല്ലാം അതനുസരിച്ച് ഫോക്കസ് ചെയ്യും. അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ തന്നെ. ബുക്ക്ലെറ്റ്സ് എല്ലാം സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരീക്ഷ എഴുതിയ 99.7% വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം ഉണ്ടായിരിക്കുന്നത്. 30,514 വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയിരിക്കുന്നത്. പുതിയ സർക്കാർ അധികാരമേൽക്കാത്ത സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയായ ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പരീക്ഷ ജൂൺ ആദ്യവാരമായിരിക്കും നടത്തുക. കൂടാതെ പുനർമൂല്യനിർണ്ണയ അപേക്ഷ 16 മുതൽ 20 വരെ ആയിരിക്കും നൽകാൻ സ്വീകരിക്കുക. അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. +1 അപേക്ഷ നടപടിക്രമങ്ങൾ അടക്കം ഉടൻ ആരംഭിക്കും. എന്തായാലും വിദ്യാർത്ഥികൾക്ക് 3:30 ഫലം വെബ്സൈറ്റുകളിൽ ലഭ്യമായി തുടങ്ങും.
വിജയ ശതമാനത്തിൽ മുന്നിലുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. അതുപോലെ തന്നെ കുട്ടനാടാണ് വിജയ ശതമാനം കൂടിയ ഏറ്റവും കൂടിയ വിദ്യാഭ്യാസ ജില്ല എന്ന് പറയുന്നത്. എന്നാലും ഇപ്പോൾ ഇപ്രാവശ്യം 99.7% സംസ്ഥാനത്തെ SSLC വിജയ ശതമാനം.